ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുന്നു. വീക്കിലി എക്സ്പയറി കഴിഞ്ഞു. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വന്നു. 17,600 മുകളിലേക്ക് വന്നു. 17,600 മുകളിൽ തന്നെ ക്ലോസിംഗ്. 17,629 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 110 പോയിൻറ്റിൻ്റെ അപ്സൈഡോട് കൂടി. ധനകാര്യ സ്ഥാപനങ്ങൾ, ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് മോഡിലായിരുന്നു. 795 കോടി രൂപയുടെ സെല്ലിംഗാണ് അവർ നടത്തിയത്. അതുപോലെ തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1,621 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിനെ ചുവടുപിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്നൊരു ബൈയിങ് കണ്ടത്. വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള റാലി തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. 17,600 മുകളിൽ അല്ലെങ്കിൽ 17,600 മുകളിൽ വരികയും അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ ശക്തമായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 17,644 എന്ന് പറയുന്ന ഒരു ഹൈ ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തത്. സോ ഓൾ ടൈം ഹൈയിലേക്ക് വന്നു, റെക്കോർഡ് ഹൈ. മാത്രമല്ല, ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ വൈകുന്നേരം 5 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ബാഡ് ലോൺ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റിലുള്ള പ്രസംഗം അല്ലെങ്കിൽ ബഡ്ജറ്റിലുള്ള കാര്യങ്ങൾ അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. NARCL നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് ബാങ്കുകളുടെ NPA നോൺ പെർഫോമിംഗ് അസറ്റുകളെ NARCLലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ബാങ്കുകൾക്ക് തന്നെ 15% ട്രാൻസ്ഫർ ചെയ്ത NPAയുടെ 15% ക്യാഷായിട്ടും 85% ഗ്യാരണ്ടി ആയിട്ടും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതുവഴി നടക്കാൻ പോകുന്നത് ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആവാൻ പോകുന്നു. വരും വർഷങ്ങളിൽ വലിയൊരു റീഫോം തന്നെയായിരിക്കും ബാങ്കിങ് മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അതിനുശേഷം വ്യക്തമായിട്ടുള്ളൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. NARCL അതുപോലെ തന്നെ IDRCL എന്ന് പറയുന്ന 2 കമ്പനി രൂപീകരിച്ചുകൊണ്ടാണ് ബാഡ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത്. എനിവേ 30,500 കോടി രൂപയുടെ 30,600 കോടി രൂപയുടെ ഒരു ബാങ്ക് ഗ്യാരണ്ടിയുമായിട്ടുള്ള ഒരു വലിയ പദ്ധതി ബാങ്കിങ് മേഖലയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വകയായി വരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചായിരുന്നു ഇന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ സ്റ്റോക്കുകളിൽ ഇന്ന് വലിയ രീതിയിലുള്ള ബൈയിങ് കണ്ടിരുന്നു. രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരത്തെ പ്രസ് മീറ്റിങ്ങിൽ ബാഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളത് രാവിലെ മുതലേ മാർക്കറ്റിലുള്ള ഒരു റൂമറായിരുന്നു. അതിൻ്റെ പോലെ തന്നെ വൈകുന്നേരത്തെ മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നാളെ വീണ്ടും മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു ചലനങ്ങൾ ഉണ്ടായേക്കാം. പ്രൈവറ്റ് സെക്ടർ, പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ചിട്ടുള്ള ഡെറിവേറ്റീവ് ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് 17,400 ശക്തമായിട്ട് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ടായിട്ട് വർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 17,700, 800 ലെവലുകളിലേക്കാണ് നിഫ്റ്റിയുടെ അടുത്ത ടാർഗറ്റായിട്ട് കാണുന്നത്. US മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ഇന്ന് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാളെ മുതൽ ഫ്രഷ് ബൈയിങ് ആണ് വരേണ്ടത്. കാരണം ഇന്നത്തോടുകൂടി വീക്കിലി എക്സ്പയറി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത എക്സ്പയറിക്കുള്ളതോ അല്ലെങ്കിൽ മന്ത്ലി എക്സ്പയറിക്കുള്ളതായിട്ടുള്ള ബൈയിങ് ആണ് നാളെ മുതൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കാണാനുള്ളത്. US മാർക്കറ്റ് ഇന്ന് നെഗറ്റീവ് നോട്ടിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഡോ ജോൺസിൽ 194 പോയിൻറ്റും നാസ്ഡാക്കിൽ 112 പോയിൻറ്റും S&P 500 28 പോയിൻറ്റും ഇന്ന് മൈനസ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എല്ലാ സെക്ടറുകളിലും ഇന്ന് ബൈയിങ് ആയിരുന്നു കണ്ടത്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്. പക്ഷേ മെറ്റൽ സെക്ടറുകളിൽ ഇന്ന് മെറ്റലും അതുപോലെ തന്നെ ഫാർമ സെലക്ടഡ് കൗണ്ടറുകളിലും ഇന്ന് മൈനസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് കണ്ടു. ചൈനയിൽ നിന്നുള്ള സ്റ്റീൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെറ്റൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ത്യയിലെ മെറ്റൽ കമ്പനികളെ സാരമായി ബാധിച്ചത്. ഇന്ന് ഹിൻഡാൽകോ, ഹിന്ദുസ്ഥാൻ കോപ്പർ അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ പോലുള്ള എല്ലാ കമ്പനികളിലും മെറ്റൽ കമ്പനികൾ ഇന്നൊരു ചെറിയ രീതിയിലുള്ള തിരുത്തലുകൾ രേഖപ്പെടുത്തി. ടൂറിസം റിലേറ്റഡ് സ്റ്റോക്കുകളിലും ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ബൈയിങ് കണ്ടു. നമ്മൾ 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച ശുപാർശ ചെയ്യപ്പെട്ട ഈസിമൈ ട്രിപ്പ് എന്ന് പറയുന്ന സ്റ്റോക്ക് എല്ലാ ടാർഗറ്റുകളും അച്ചീവ് ചെയ്യുന്നതായിട്ടും കണ്ടു. NBFCകളും ഇന്ന് നല്ല രീതിയിൽ വന്നു. വോഡാഫോൺ ഐഡിയ ടെലികോം സെക്ടറിൽ ഇന്നലെ പ്രഖ്യാപിച്ച PLI സ്കീമിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മൊറട്ടോറിയത്തിൻ്റെ ഭാഗമായിട്ടും വോഡാഫോൺ ഐഡിയ 10 രൂപയ്ക്ക് മുകളിലേക്ക് വരുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഇൻഡസ് ടവർ അതിൻ്റെ മേജർ ബെനിഫിഷ്യറികളായിട്ടുള്ള ഈ ടെലികോം കമ്പനികൾക്കുള്ള എക്സ്പോഷറുകൾ ഉള്ള കമ്പനികൾ അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനികൾ, ടവർ കമ്പനികൾ ഇവരിലൊക്കെ ഇന്ന് ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കണ്ടു. സോ വോഡാഫോൺ ഐഡിയ, ഇൻഡസ് ടവർ, SBI, IDFC ഫസ്റ്റ് ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്ക് ഇങ്ങനെയുള്ള എല്ലാ ബാങ്കുകളിലും ഇന്നൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. നാളെ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയേക്കാവുന്നത് നാളെ ലക്നൌവിൽ നടക്കുന്ന GST കൗൺസിൽ ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. അത് നാളെ രാവിലെ 11 മണിക്കാണ് നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് GST കൗൺസിലിൽ ഇന്ന് നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനോടനുബന്ധിച്ച് രാത്രി 8 മണിക്ക് പ്രസ് മീറ്റിംഗും വരാനുണ്ട്. നാളെ എടുത്ത തീരുമാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു പ്രസ് മീറ്റിംഗ് ആയിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ
മാർക്കറ്റിനെ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരാൻ സാധിക്കുന്നത്, ഒന്ന്, ഇതുവരെ GSTക്ക് പരിധിയിൽ വരാത്ത പെട്രോളിയം പ്രൊഡക്റ്റ് പോലുള്ള സാധനങ്ങളെ GST പരിധിക്കുള്ളിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ പല സർവീസുകൾക്കും ഇതുപോലെ GSTയുടെ പരിധിയിൽ വരാത്ത സർവീസുകളെ GST പരിധിയിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അതുപോലെ സോളാർ മൊഡ്യൂൾസ് പോലുള്ള സാധനങ്ങൾക്ക് ഇപ്പോൾ 5% നികുതി ചുമത്തിയിരിക്കുന്നത്. ഇത് 12% കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടന്നേക്കാം. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ അയൺ അതുപോലെ തന്നെ അലൂമിനിയം ഇങ്ങനെയുള്ള റോ മെറ്റീരിയൽസുകൾക്ക് ഇതുവരെ ടാക്സ് 5%, ഇത് 12% കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ലൗഡ് കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള കമ്പനികൾക്ക് ഇതുവരെ GST പരിധിയിൽ വന്നിട്ടില്ല. ഇവരെ GST പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളും വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു കമ്പനികളെ സംബന്ധിച്ച് ചിലപ്പം നെഗറ്റീവായിട്ട് വന്നേക്കാം, അത് സൂക്ഷിക്കുക. പക്ഷേ ഇതൊരു ചർച്ചയ്ക്ക് വരാൻ പോകുന്ന സംഭവങ്ങൾ മാത്രമാണ് എന്നാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് എത്രമാത്രം ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ട് നാളെ വൈകുന്നേരം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയായാലും നാളെ GST കൗൺസിലിൻ്റെ മീറ്റിംഗ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇന്ന് ITC നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ITC GST സ്ട്രക്ചറിൽ ചിലപ്പോൾ സിഗരറ്റിനുള്ള ടാക്സ് സ്ട്രക്ചർ മാറിയേക്കാം എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇന്ന് ITCയിൽ ഒരു വലിയൊരു ബിഗ് ബൈയിങ് നമ്മളിന്ന് കാണാൻ സാധിച്ചത്. അതുതന്നെ ഇന്ന് ആപ്ടെക് ലിമിറ്റഡിൻ്റെ ഷെയറുകളിലും ഇന്ന് വലിയ രീതിയിലുള്ളൊരു ബൈയിങ് സൃഷ്ടിയുമായി. കാരണം അവർ ഇന്ത്യൻ ടെക്നോളജി അല്ലെങ്കിൽ ഓൺലൈൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകളും മറ്റും തുടങ്ങാൻ പോകുന്നു, വേൾഡ് മാർക്കറ്റിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രോ ആഡ്ലി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിലാണ് അവരുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഈ സ്റ്റോക്കിനെ ഇന്ന് ലൈമിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പൂനാവാല ഫിൻകോർപ്പ് അവരുടെ ഡയറക്ടേഴ്സിനെ സെബി ബാൻ ചെയ്യുകയുണ്ടായി. ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പൂനാവാല ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനിയെ ഡയറക്ടേഴ്സിനെ ബാൻ ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് ഏകദേശം 5% ലോവർ സർക്യൂട്ടിലാണ് സ്റ്റോക്ക് ഇന്ന് ട്രേഡ് ചെയ്തത്. ITC ഞാൻ പറഞ്ഞതുപോലെ GST സ്ട്രക്ചറിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല എന്നുള്ള അനുമാനമാണ് ITCയെ ഇന്ന് ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നത്. ITCയിൽ അഡീഷണൽ ആയിട്ടുള്ള GST ചുമത്തുകയോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ടാക്സ് വരികയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ITCയെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ അത് വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. GST കൗൺസിൽ മേജർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു അനുമാനത്തിൻ്റെ പുറത്താണ് ഇന്ന് ITCയിൽ ഇന്നൊരു മേജർ ബൈയിങ് ദൃശ്യമായത്. സോ നാളെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ ഇതുതന്നെയാണ്. ഇന്നിപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്ന 30,600 കോടി രൂപയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതുപോലെ തന്നെ ബാഡ് ലോണിൻ്റെ അനൗൺസ്മെൻറ്റ്, ഇത് തീർച്ചയായിട്ടും ബാങ്കിങ് സെക്ടറിനെ സ്വാധീനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുതന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ OFS ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആയി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദിലീപ് ബിൽഡിക്കോൺ അവർക്ക് ആന്ധ്രാപ്രദേശ് റോഡ് പ്രൊജക്റ്റിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നു. സൺടെക് റിയാലിറ്റി അവർ 50 ഏക്കറിലുള്ള ഒരു ലാൻഡ് പാർസൽ ഷഹാദിൽ അവർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വാർത്ത. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് സംബന്ധിച്ച് അവരുടെ ബാലൻസ് ഷീറ്റിലുള്ള ഒരു വലിയ ലാൻഡ് ബാങ്ക് 70 ഏക്കറോളം ലാൻഡ് പൂനെയിൽ ഏകദേശം 725 കോടി രൂപയ്ക്ക് അവർ വിൽക്കുന്നതായിട്ടാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സീ എൻ്റർടൈൻമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഹോൾഡിങ്സ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ ബോർഡിൽ ഉടച്ചുവാർക്കലുകൾ അല്ലെങ്കിൽ ബോർഡിൽ അഴിച്ചുപണി നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കും ഈ ബോർഡ് സെറ്റിംഗ് അല്ലെങ്കിൽ ബോർഡ് തലത്തിൽ ഉണ്ടാകുന്ന അഴിച്ചുമാറ്റങ്ങൾ അല്ലെങ്കിൽ അഴിച്ചുപണികൾ നടത്തുക എന്നുള്ളതാണ് ഇവ പുറത്തു വരുന്ന വാർത്തകൾ. കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് പുതിയതായിട്ട് വരുന്നത്. ഈ ആഴ്ച തീർച്ചയായിട്ടും ന്യൂസുകളും സെക്ടറും അനൗൺസ്മെൻറ്റുകളും തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ആഴ്ച തുടക്കം മുതലേ ഉള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. സെക്ടർ വൈസും ഗവൺമെൻറ് അനൗൺസ്മെൻറ്റുകളും തന്നെയായിരിക്കും ഈ ആഴ്ച മുഴുവനായിട്ട് മാർക്കറ്റിനെ ലൈം ലൈറ്റിൽ നിർത്താൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഫ്റ്റി വൺ സൈഡ് പോയിക്കൊണ്ടേയിരിക്കുന്നു, അനൗൺസ്മെൻറ്റുകൾ പലതായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും PLI സ്കീംസ് വന്നു, റിലീഫ് മെഷേഴ്സ് വന്നു, ടെലികോം മൊറട്ടോറിയം വന്നു, ഇപ്പോൾ നാളെ GST കൗൺസിലിൻ്റെ മീറ്റിംഗ് നടക്കുന്നു. അങ്ങനെ പലതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നാളത്തെ മീറ്റിങ്ങിനുണ്ടാകുന്ന ഔട്ട്കം തീർച്ചയായിട്ടും മാർക്കറ്റുകളെയും സ്പെസിഫിക് സെക്ടറുകളെയും കമ്പനികളെയും സാരമായിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ നാളത്തെ പ്രസ് മീറ്റിംഗ് വളരെ ക്രൂഷ്യലാണ്. രാത്രി 8 മണിക്കായിരിക്കും ഇതിന് യോഗത്തിന് ശേഷം എന്നാണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. സോ നാളത്തെ ലെവലുകൾ നോക്കുക. നാളെയും വീണ്ടും മാർക്കറ്റ് ന്യൂസ് ബേസ്ഡ് തന്നെയായിരിക്കും. നമ്മുടെ ജോയിൻറ്റ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് മെമ്പേഴ്സിനെ സംബന്ധിച്ചിട്ടും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ചുള്ള ബൈയിങ് സെക്ടേഴ്സിലും മറ്റും നമുക്ക് കാണാവുന്നതാണ്.
ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകൾ വീണ്ടും ലൈം ലൈറ്റിലാണ്. ടാറ്റ കെമിക്കൽ പോലുള്ള കമ്പനികളിലാണ് ഇതിലേക്ക് വരാൻ സാധ്യതയുള്ളത്. വീണ്ടും LNT നമ്മൾ 1550 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഓഹരിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് വളരെ നല്ല രീതിയിൽ ഗവൺമെൻറ് അപ്രൂവൽസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് ഒരു മേജർ ബെനിഫിഷ്യറിയായി മാറാവുന്ന ഒരു കമ്പനിയാണ് LNT എന്ന് പറയുന്നത്. സോ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ് LNT. വീണ്ടും LNTയെ നമ്മൾ നല്ല ലെവലുകൾ നോക്കി അക്കമുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ റോഡ് പ്രൊജക്റ്റുകളും അങ്ങനെയുള്ള കമ്പനികളൊക്കെ വളരെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. സോ അങ്ങനെയുള്ള കമ്പനികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു. ടൂറിസത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന അൺലോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടൂറിസം സെക്ടറും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നല്ല നല്ല സെക്ടറുകളും മറ്റും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് വീഡിയോയിലൂടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് റിസർച്ചുകൾക്കും സ്വിംഗ് സജഷൻസിനുമായിട്ട് ചാനലിൻ്റെ ജോയിൻ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. അവിടെ നല്ല സ്വിംഗ് സജഷൻസും നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ദിവസം, വീണ്ടും മഹത്തരമായിട്ടുള്ള അനൗൺസ്മെൻറ്റുകളും മറ്റും വരട്ടെ. ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നാളെ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമാണ്. നമുക്കൊരു വലിയ വീക്കെൻഡ്. വീണ്ടും തിങ്കളാഴ്ച മാത്രമാണ് വീണ്ടും മാർക്കറ്റ് തിരിയാൻ പോകുന്നത്. ഈ അനൗൺസ്മെൻറ്റുകളും മറ്റും വിശദമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീക്കെൻഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.